നമ്മൾ ഈ കാണുന്നത് ഒരു വാഹനത്തിൻ്റെ തന്നെ രണ്ട് സൈഡിലെ ഫോഗ് ലാമ്പാണ്. ഒരെണ്ണം ഭയങ്കര ഫെയ്ഡും സ്ക്രാച്ചും ആയിട്ടിരിക്കുന്നു, മറ്റേത് ക്ലിയർ ആയിട്ടിരിക്കുന്നു. ഇത് നമ്മൾ ക്ലിയർ ആക്കി എടുത്തതാണ് കേട്ടോ. ഈ കണ്ടീഷനിൽ തന്നെ, ഈ ഫെയ്ഡായ കണ്ടീഷനിൽ തന്നെയായിരുന്നു ഈ ഫോഗ് ലാമ്പും. പക്ഷേ നമ്മളത് റീസ്റ്റോർ ചെയ്തെടുത്താൽ നമ്മൾ ആദ്യം തന്നെ ഇതുമേലുള്ള കുറേ ഗ്രിപ്പ് പോലെ വീണിട്ടുണ്ടായിരുന്നു, അത് കളയണം. അത് കളഞ്ഞിട്ട് വേണം നമുക്ക് പോളിഷ് ചെയ്യാൻ. അപ്പോൾ അത് ആദ്യം ഒന്ന് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്ത് ഇതിന്മേൽ കിടക്കണ ലെവലൊന്ന് ഒരേപോലെ ആക്കാം. ഇതിൻ്റെ മേൽഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഈ ഫോഗ് ലൈറ്റിൻ്റെ മേൽഭാഗം ഭയങ്കര ഗ്രിപ്പായിട്ട് കിടപ്പുണ്ട്. അത് പെയിൻറ്റ് റിമൂവർ ഇട്ടതാണ്. ഒരു ഷോപ്പിൽ അവർ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ പെയിൻറ്റ് റിമൂവർ ഇട്ടതാണ്. അവർക്കറിയാൻ പാടാണ്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ ഗ്ലാസ് ഒന്ന് ക്ലീൻ ആക്കാൻ അവർ പെയിൻറ്റ് റിമൂവർ ഇട്ടിട്ടാണ് ചെയ്തത്. പക്ഷേ ഇവിടുത്തെ കുറേ പോർഷനിൽ ആ പെയിൻറ്റ് പോയത് കാണാൻ പറ്റുന്നു. അപ്പോൾ ഇതുമേ വീണേക്കുന്ന ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞ് ലെവലാക്കണം. എന്നിട്ട് വേണം നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഗ്രിപ്പ് കളയുന്ന ഭാഗമായിട്ട് നമുക്ക് സർവീസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിതിൻ്റെ സർഫസ് ഒരേപോലെ ആക്കുമ്പോൾ നല്ല കനമുള്ള ക്രിസ്റ്റൽ ആണെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ കനം കുറഞ്ഞൊരു ക്രിസ്റ്റലാണെങ്കിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് നോക്കണം. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കനം ഈ ഫോഗ് ലാമ്പിൻ്റെ ഔട്ടറിനുണ്ട്. അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല. നമ്മൾ ആദ്യം ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിൻ്റെ ഫ്രണ്ടിൽ കുറേ പാടുകളുണ്ടായിരുന്നു. അതിൻ്റെ ഔട്ടർ കവറിന് ശരിക്ക് ഡാമേജ് സംഭവിച്ചിരിക്കുന്നതായിരുന്നു. ആ ഒരു ലെയർ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കളയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേക്കുക, ഗ്രൈൻഡ് ചെയ്യാനുള്ള കനമുള്ള മെറ്റീരിയലാണെന്ന് നോക്കിയിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാൻ. അപ്പോൾ ഇതിന് കുഴപ്പമില്ലായിരുന്നു, നല്ല കനമുള്ള മെറ്റീരിയൽ ആയത് കാരണമാണ് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. അത്രയും ഗ്രൈൻഡ് ചെയ്ത് കളയാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ കൊണ്ടുവന്നേക്കുന്നത് ഇപ്പോൾ നമ്മൾ ഗ്രൈൻഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് റീസ്റ്റോറേഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ സാൻഡിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ പേപ്പറിൻ്റെ ഒന്ന് സ്മൂത്തിങ്ങും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോളിഷിങ് ചെയ്യാം. പോളിഷിങ് ചെയ്ത് പുതിയതുപോലെ ആക്കാം. അപ്പോൾ പഴയ ഹെഡ്ലൈറ്റ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, ഒരെണ്ണം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചെയ്ത ഹെഡ്ലൈറ്റ് പോലെ തന്നെ ഇതും ആക്കാം. ഈ ഫെയ്ഡായിട്ടുള്ള സാധനം നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. നമ്മൾ ഈ രണ്ട് ഫോഗ് ലൈറ്റിലും ഉണ്ടായിരുന്ന സ്റ്റെയിനൊക്കെ റിമൂവ് ചെയ്ത്, അതേപോലെ ഉണ്ടായിരുന്ന അതുമേലുണ്ടായിരുന്ന പാടുകളും സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചെയ്ത് വെച്ച ഫോഗ് ലാമ്പ് ഈ വാഹനത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റും കൂടി ഒന്ന് മങ്ങിയിട്ടാണ് വന്നേക്കുന്നത്. ആ ഹെഡ്ലൈറ്റും കൂടി റീസ്റ്റോർ ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന സ്റ്റിക്കർ ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഹെഡ്ലൈറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ പോകുന്നത്. ഹെഡ്ലൈറ്റ് രജിസ്ട്രേഷൻ കൂടി ചെയ്തേക്കാം നമുക്ക് ഈ വാഹനത്തിൽ. അപ്പോൾ ഇതേപോലെ സ്റ്റെയിൻ പിടിച്ചിട്ട് ഹെഡ്ലൈറ്റ് ഒക്കെ ഫെയ്ഡ് ആയിട്ടുണ്ടെങ്കിലും ആ സർവീസസും കാറക്സിൽ അവൈലബിൾ ആണ്. അത് ക്ലിയർ ചെയ്ത് പുതിയതുപോലെ ആക്കുന്ന സർവീസസ്. അപ്പോൾ ഇതുപോലുള്ള സർവീസിന് വേണ്ടിയിട്ട് കാറക്സിൻ്റെ ബുക്കിംഗ് എടുക്കാനായിട്ട് കാറക്സിൻ്റെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്.